ജനാധിപത്യവും ഭരണഘടനയും തകർക്കാനുള്ള ബോധപൂർവകമായ ശ്രമങ്ങൾക്കെതിരെ ലോക്സഭയിൽ ചൊവ്വാഴ്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം സമീപകാലത്തെ ഉജ്ജ്വല പ്രഭാഷണങ്ങളിൽ ഒന്നാണ്. ഭരണകൂടത്തിൻ്റെ മുഖത്ത് നോക്കി രാജ്യത്ത് നടമാടുന്ന അനീതിയും ജനാധിപത്യ വിരുദ്ധതയും നിയമനിരാസവും തുറന്നുകാട്ടൽ നിശ്ചയമായും ഒരു ധാർമ്മിക പോരാട്ടം കൂടിയാണ്. ഇന്ത്യ എന്ന ആശയത്തിൻ്റെ സംരക്ഷണത്തിന് തൻ്റെ വാക്കുകളും നിലപാടുകളും ഇടപെടലും കൂടുതൽ മൂർച്ച കൂട്ടുകയാണ് രാഹുൽ എന്ന് ലോക്സഭയിലെ തുളച്ചുകയറുന്ന ചോദ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണ നടപടി സംബന്ധിച്ച് ലോക്സഭയിൽ നടന്ന പ്രത്യേക ചർച്ചയിൽ രാഹുൽ ഉന്നയിച്ചത് രാജ്യം മറുപടിക്ക് കാക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ 3 ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിനുള്ള സെലക്ഷൻ സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ നീക്കം ചെയ്തത് എന്തുകൊണ്ടാണെന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കിയതിന് സർക്കാരിന് എന്ത് വിശദീകരണമാണ് നൽകാനുള്ളത് എന്നുമുള്ള ആദ്യ ചോദ്യം ഇപ്പോഴും വായുവിൽ നിൽക്കുകയാണ്. പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരുൾപ്പെട്ട സമിതിയിൽ നിന്നാണ് ചീഫ് ജസ്റ്റിസിനെ ഏകപക്ഷീയമായ നിയമ ഭേദഗതിയിലൂടെ ഒഴിവാക്കിയത്. അതോടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്ന സമിതിയിൽ പ്രതിപക്ഷ നേതാവിന്റെ വിയോജിപ്പും മറികടന്ന തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഇംഗിതമായി മാറി. 2023 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും അവർ പദവിയിലേക്ക് എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് നിയമ നടപടി ഒഴിവാക്കുന്ന പ്രത്യേക പരിരക്ഷ ഉറപ്പാക്കിയ നിയമ ഭേദഗതിയാണ് രാഹുൽ രണ്ടാമത്തെ ചോദ്യത്തിലൂടെ ഉന്നയിച്ചത്. ഭരണഘടനയ്ക്ക് വിധേയമായി നിഷ്പക്ഷവും നീതിപൂർവകവുമായി പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പക്ഷപാതത്തോടെയും നിയമവിരുദ്ധമായും നിലപാടെടുത്താൽ ചോദ്യം ചെയ്യരുതെന്ന സുരക്ഷാ കവചം എന്തിനായിരുന്നു എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും സവിശേഷ പരിരക്ഷ മേലിൽ നൽകാൻ തീരുമാനിക്കുന്നതിലെ അസ്വാഭാവികത ആരിലും സംശയമുണർത്തും. സമീപകാലത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏകപക്ഷീയവും ഭരണകക്ഷിക്ക് വിധേയവുമായ തീരുമാനങ്ങൾ ഇത്തരം നിയമപരിരക്ഷയുടെ തണലിലാണെന്ന് സംശയിച്ചാൽ കുറ്റപ്പെടുത്തുന്നത് എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട CCTV റെക്കോർഡിംഗ് നിയമം മാറ്റിയത് എന്തിനെന്ന രാഹുലിന്റെ അവസാന ചോദ്യവും ജനാധിപത്യത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടിയുള്ളതാണ്. കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവയിലെ നടപടിക്രമങ്ങളും. സുതാര്യത അക്കാര്യത്തിൽ പ്രഥമ സ്ഥാനത്താണ് ഉണ്ടാവേണ്ടത്. പോളിംഗ് ബൂത്തുകളിലെ CCTVകളുടെയും അവയുടെ ഡാറ്റയെയും കുറിച്ചുള്ള ചട്ടം തിരക്കപ്പെട്ട് മാറ്റിയതിന്റെ പിന്നിലുള്ള ചേതോവികാരം സ്പഷ്ടമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 45 ദിവസത്തിന് ശേഷം CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ കമ്മീഷന് അനുവദിക്കുന്ന ഒരു ചട്ടം എന്ത് തരത്തിലുള്ള സുതാര്യതയും നിഷ്പക്ഷതയുമാണ് പ്രകാശിപ്പിക്കുന്നത്? പ്രസക്തമായ 3 ചോദ്യങ്ങളോടൊപ്പം 4 ആവശ്യങ്ങളും രാഹുൽ സഭയിൽ ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മെഷീൻ റീഡ് ചെയ്യാവുന്ന വോട്ടർ പട്ടിക അനുവദിക്കുക, പോളിംഗ് ബൂത്തുകളിലെ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ അനുവദിക്കുന്ന നിയമം പിൻവലിക്കുക, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഘടന എന്താണെന്ന് വെളിപ്പെടുത്തുക, തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് എന്ത് തീരുമാനവും എടുക്കാൻ അനുവദിക്കുകയും അതിൽ നിയമപരിരക്ഷ നൽകുകയും ചെയ്യുന്ന നിയമം മാറ്റുക തുടങ്ങിയവയാണിത്. ചർച്ചയുടെ അവസാനം കേന്ദ്ര സർക്കാർ മറുപടിയിൽ രാജ്യം പ്രതീക്ഷിക്കുന്നത് സത്യസന്ധവും നിയമവിധേയവുമായ നടപടിക്രമങ്ങളുടെ വിവരണമാണ്, അല്ലാതെ പരിഹാസവും അധിക്ഷേപവും ഒപ്പം വ്യാജ ചരിത്രാവലോകനവുമല്ല. രാഹുൽ ഉന്നയിച്ചത് ഇന്ത്യയിലെ ശതകോടി പൗരന്മാരുടെ മനസ്സിലെ ചോദ്യങ്ങളും ആശങ്കകളും കൂടിയാണ്. അതിന് ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ടവരാണ് കേന്ദ്ര സർക്കാർ. അവിടെയും ചരിത്രപുരുഷന്മാരുടെ ജാതകം ചികഞ്ഞ് ഇല്ലാക്കഥകൾ മെനഞ്ഞ് യഥാർത്ഥ വിഷയങ്ങൾ പുകമറയിലാക്കുകയല്ല വേണ്ടത്. വർത്തമാനകാല ഇന്ത്യ നേരിടുന്ന അതിസങ്കീർണമായ ജീവൽ സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിനാണ് കേന്ദ്ര സർക്കാർ പല ഉപായങ്ങളും തേടുന്നത്. പാർലമെന്റിലെ വന്ദേമാതരം ചർച്ച അതിലൊന്നാണ്. ഇത് കേവല രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മാത്രമല്ല, വർഗീയ വിഭജന വിദ്വേഷ ആശയത്തിന്റെ ഭാഗം കൂടിയാണ്. ബംഗാൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രമാണ് ഈ ചർച്ചയെന്ന് കരുതുക വയ്യ. മറിച്ച് രാജ്യം അഭിമുഖീകരിക്കുന്ന അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന നിരവധി വിഷയങ്ങളെ മറച്ചുപിടിക്കാനുള്ള അതര വ്യായാമം കൂടിയാണ്. അതിരൂക്ഷ വിലക്കയറ്റം, റെക്കോർഡ് തകർച്ചയിലേക്ക് ദിനേന കൂപ്പുകുത്തുന്ന രൂപമൂല്യം, 10,000-കണക്കിന് യാത്രക്കാരെ പെരുവഴിയിലാക്കിയ വ്യോമയാന പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളിൽ ഉയർന്നുവരുന്ന ജനവികാരം ഉപരോധിക്കാനുള്ള കെൽപ്പില്ലാത്ത സർക്കാരിന് ഇത്തരം പരിചകൾ ആവശ്യമുണ്ട്. അതാണിപ്പോൾ കണ്ടുവരുന്നത്. ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളും രാജ്യം നേരിടുന്ന വിപത്തുകളും ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് ഒട്ടും ദഹിക്കാത്തവരായി സംഘപരിവാർവാദികൾ മാറിയിരിക്കുന്നു. രാഹുൽ ഇതാദ്യമല്ല ഇത്തരത്തിൽ രൂക്ഷമായ ചോദ്യങ്ങൾ ഭരിക്കുന്നവരെ നെറ്റിക്ക് നോക്കി ചോദിക്കുന്നത്. വോട്ട് മോഷണം എന്ന സംഘടിത അട്ടിമറിയെ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോഴും രാഹുലിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ തയ്യാറായത്. രാജ്യത്തെ പൊതുമേഖല ശതകോടീശ്വര സുഹൃത്തുക്കൾക്ക് പതിച്ചു നൽകിയപ്പോഴും
രാഹുൽ ചോദ്യം എറിഞ്ഞതാണ്. പോർട്ടുകളും എയർപോർട്ടുകളും കുത്തകകൾക്ക് കൈമാറിയതിനെതിരെ ചോദ്യമുന്നയിച്ചപ്പോൾ രാഹുലിനെ വികസന വിരുദ്ധരാക്കാനാണ് ഭരണകൂട വക്താക്കൾ ശ്രമിച്ചത്. അതിർത്തി മേഖലയിൽ ഉൾപ്പെടെ സ്വകാര്യ കുത്തകകൾക്ക് ഇഷ്ടം പോലെ സ്ഥലം അനുവദിച്ച് രാജ്യത്തിന്റെ സുരക്ഷ പോലും അപകടത്തിലാക്കുന്നവർക്ക് നേരെ വിരൽ ചൂണ്ടരുത് എന്ന ധാർഷ്ട്യ നിലപാടിനെതിരെ പഞ്ചപുച്ഛമടക്കണമെന്ന തെറ്റൂരം ഈ രാജ്യത്ത് എത്ര കാലം വാഴും?